ഹലോ, ഇന്ന് നമുക്ക് കട്ട് പീസ് വെച്ചിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ. ഇത് ഞാനൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള പീസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഷോൾഡർ, ആംഹോള്, വെസ്റ്റ് ലെങ്ത് ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നെക്ക് ലൈൻ വരച്ചെടുക്കണം. ഞാനിവിടെ നെക്ക് ലെങ്ത് 7 ഇഞ്ചും നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. പിന്നെ വെസ്റ്റ് ലൈൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1.5-2 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് പീസിൽ ഞാൻ ക്രോസ് കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ബാക്കി സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള പീസ് ഞാൻ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് വെച്ചിട്ടോ ക്രോസ് പീസ് വെച്ചിട്ടോ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കട്ട് പീസ് വെച്ചിട്ട് തന്നെയാണ് ലൈനിങ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഫ്രിൽസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൽ ക്രോസ് കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൂപ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ പീസ് ഡോറിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കത്തില്ല, അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ ലൂപ്സ് ആക്കി കൊടുത്താൽ മതി. സ്ലീവ് വെക്കാനായിട്ട് തുണിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള പീസൊക്കെ പെറുക്കി കൂട്ടി ചെറിയൊരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. എനിക്കിതിന് ഒട്ടും ലെങ്ത് കിട്ടിയിട്ടില്ല, അതുപോലെ ലൂസ് ഇടാനും പറ്റിയിട്ടില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല മെറ്റീരിയലൊക്കെയാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്തിലും ലൂസിലും ചെയ്ത് കഴിഞ്ഞാൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ സൂപ്പറായിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.